ഹല്ലേലൂയ. പണക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചാലോ അവൻ പറയണത് ഇല്ലാന്ന്. കാരണം തൃപ്തി എന്ന് പറഞ്ഞ സാധനം 7 അയലക്കത്തെ കൂടെ. ഇന്ത്യയിൽ അറിയപ്പെടുന്ന സമ്പന്നരാണ് അംബാനിയുടെ മക്കള്, മുകേഷ് അംബാനിയൊക്കെ അല്ലേ, അല്ലെങ്കിൽ പിന്നെ അദാനിയൊക്കെ. ഇവരൊക്കെ വലിയ സമ്പന്നരാ. ഇവരെ വിളിച്ചിട്ട് ഇവരുടെ സമ്പത്തും കൊണ്ട് തൃപ്തരായിട്ടുണ്ടാവുമോ? തൃപ്തരായിട്ടുണ്ടായിരുന്നെങ്കിൽ അവരവരുടെ ബിസിനസ്സൊക്കെ നിർത്തിയിട്ട് വല്ലയിടത്തും വെറുതെ ഇരുന്നേനല്ലേ. കാരണം ഇത്രയും പൈസ ആയാലും ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ? എൻ്റെ പൊന്ന് ദൈവമേ, എൻ്റെ 1-2 എണ്ണ കമ്പനി എങ്ങനെയെങ്കിലും പൊട്ടിപ്പോകണേ. കാരണം എനിക്ക് കാശ് കൂടിയിട്ട് കുന്നുകൂടിയിട്ട് ഒരു ഇരിക്കപ്പുറതിയില്ല. കാരണം എനിക്ക് മതിയായി. ഈ കാര്യത്തിലൊന്നും മതിയായി എന്നാരും, സമ്പത്താകട്ടെ, അധികാരമാകട്ടെ, സൗന്ദര്യമാകട്ടെ, ആരോഗ്യമാകട്ടെ, ഈ ഒരു സാധനത്തിലും മനുഷ്യന് മതിയായെന്ന് പറയില്ല. അതുകൊണ്ട് എന്തോരം കിട്ടിയാലും നമ്മൾ ഇല്ലാന്നേ പറയുള്ളൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമുക്ക് പ്രത്യേകിച്ച് ഈ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് അങ്ങനെ ഈ വാരി പിടിക്കണമെന്ന് ചിന്ത ഇത്തിരി കൂടുതലുള്ളവരാ നമ്മൾ. ഞാനുൾപ്പെടെ കേട്ടോ മലയാളി. അപ്പം മല്ലൂസ്, നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു ചിന്തയുണ്ട്. പണ്ടിവിടെ വെള്ളപ്പൊക്കം വന്നില്ലേ, ഇങ്ങടെയൊക്കെ നാട്ടില്ലേ വെള്ളപ്പൊക്കം, വെള്ളം കയറിയില്ലേ? വെള്ളം കയറിയ നാട്ടുകാരൊക്കെ ഒന്ന് കൈ ഉയർത്തിക്ക്. വെള്ളം അടിക്കണവരുണ്ടോ? കൈതാത്തിയിട്ട് ഓക്കെ. അപ്പോൾ ഈ വെള്ളം കയറിയ സമയത്ത്, ഇവിടെ ഈ ഡിവൈനിൽ വെള്ളം കയറിയ സമയത്തൊക്കെ, ആ സമയത്ത് ഇവിടെ വന്നവരുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്ക്. കുറച്ച് പേർക്കൊക്കെ അറിയാം. ഇവിടെ ഈ ഹാളൊക്കെ ആ മുകളിൽ വരെ വെള്ളമായിരുന്നു കേട്ടോ. ഈ ഫാനിൻ്റെ ഇത്തേലൊക്കെ, ആ ഗ്രില്ലിൻ്റെ ഒക്കെ മുകളിലൊക്കെ വെള്ളമായിരുന്നു. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളത്തിലായിരുന്നേ. ആ സമയത്ത് ഞാൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്ന സമയമാണ്, ഡിവൈനിലുണ്ട്. അപ്പം അങ്ങനെ 2-3 ദിവസം മുഴുവൻ വെള്ളമാണ്. വെള്ളം അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചെളി കട്ട പിടിക്കുന്നതിന് മുമ്പ്, കട്ട പിടിച്ചു കഴിഞ്ഞാൽ ചെളി നല്ല മുട്ടിനപ്പോൾ ഇത്രയും പൊക്കത്തിൽ ഈ പുഴയിൽ നിന്ന് കയറിയ എക്കൽ മണ്ണ് ചെളിയുണ്ട്. അപ്പോൾ അത് കട്ട പിടിച്ചു കഴിഞ്ഞാൽ കോരി കളയാനൊക്കെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെ കുഴമ്പ് രൂപത്തിലിരിക്കുക. ആ സമയത്ത് നിക്കറും ടീഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങി ഈ ഷവലും കൊണ്ട് ഇതെല്ലാം കോരി കൊട്ടയ്ക്കകത്തിട്ട് ടിപ്പറിൻ്റെ മേളിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്ന പണികളാണ് പകല് മുഴുവൻ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് മടുത്ത് പണിയെല്ലാം നിർത്തി കഴിഞ്ഞ് ഞാനും നമ്മുടെ ബിനോയച്ചനോടും കൂടിയിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ക്യാമ്പെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഈ സ്കൂളിൻ്റെ ഓഡിറ്റോറിയവും സ്കൂളും പള്ളിയുടെ ഹാളും ഒക്കെ ആയിട്ട് അങ്ങനെ ഈ ചുറ്റുപാടുള്ള ക്യാമ്പുകളൊന്ന് കാണാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ക്യാമ്പെന്നൊക്കെ പറഞ്ഞാൽ ഓഡിറ്റോറിയത്തിനൊക്കെ ആകെ 3-4 ടോയ്ലറ്റൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? നമുക്കറിയാവുന്ന കാര്യമാണ്. കൂടിയ 10 ടോയ്ലറ്റ് കാണും ഒരു ഓഡിറ്റോറിയത്തിന് ചുറ്റും. 10-350 ആളുകളാണ് ഓഡിറ്റോറിയത്തിൽ തിങ്ങി പാർക്കണ ക്യാമ്പിൽ വന്നിട്ട്. കഷ്ടപ്പാട് തന്നെയായിരുന്നു കേട്ടോ. രാവിലെ ഇങ്ങനെ ബക്കറ്റും പിടിച്ചുകൊണ്ട് ക്യൂ ഒക്കെ നിന്ന് എന്തൊരു കഷ്ടപ്പാടാണ്, ആലോചിക്കാൻ പറ്റണില്ല. അപ്പം ഞാനും അച്ഛനോടും കൂടി വൈകുന്നേരം ഇങ്ങനെ അടുത്തുള്ള ക്യാമ്പുകളൊന്ന് കാണാൻ പോവുക. അപ്പോൾ ആ ക്യാമ്പിലൊക്കെ ചെന്നപ്പോൾ അന്ന് പിന്നെ ഒരുപാട് ആളുകൾ സഹായിച്ചു. ഇവിടെയും കുറേ പേര് സഹായിച്ചു കേട്ടോ. അരിയായിട്ട്, കറി വെക്കണ സാധനങ്ങളായിട്ട്, ഭക്ഷണം, വസ്ത്രമായിട്ടൊക്കെ ഒരു ഇഷ്ടം പോലെ എന്തോരം വസ്ത്രങ്ങളൊക്കെയാണ്. എനിക്കൊക്കെ അതുവരെ 2 ഷർട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വെള്ളപ്പം കഴിഞ്ഞപ്പോൾ 5-6 ഷർട്ടും 5-6 പാൻറ്റൊക്കെ ആയി. അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ വന്നേ. അപ്പോൾ ഞാനിങ്ങനെ ക്യാമ്പിൽ ചെന്നപ്പോൾ ഒരു ക്യാമ്പിൽ അവിടെ ഒരു ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇങ്ങനെ ലോറിയയിൽ ഒരു ഐഷറിൻ്റെ വണ്ടിയിൽ നിറയെ തുണികൾ കൊണ്ടുവന്നേക്കുക. അത് കൊണ്ടുവന്ന് ഇറക്കുക. ആദ്യമൊക്കെ ആവേശത്തോടെ കിട്ടണ മുഴുവൻ ആളുകൾ മേടിക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സഹായം പിന്നെയും വന്നുകൊണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ആവേശത്തോടെ മേടിക്കണം നിർത്തിയിട്ട് ആളുകളെല്ലാം ചകഞ്ഞ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് എടുക്കണ സമയമായി. അപ്പം ഞാൻ നോക്കുമ്പോഴേ ഒരു ലോഡ് വന്നേക്കും ഇങ്ങനെ ബോക്സിൽ കെട്ടിയ സാധനങ്ങളാണ് വന്ന് ഓരോ ബോക്സായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. പെരിക്ക് പരിചയമുള്ളൊരു ചെറുപ്പക്കാരൻ ഇവിടെയൊക്കെ ഇടയ്ക്ക് വരാറില്ല. ഈ നാട്ടിൻപുറത്തുള്ളവനാ, എനിക്കറിയാം നന്നായിട്ട്. അവനൊരു 24-25 വയസ്സ് പ്രായമുള്ളൂ, കല്യാണം കഴിച്ചിട്ടില്ല. ഞാൻ നോക്കുമ്പോഴേ അവൻ ഇത്ര ഉള്ളൊരു ബോക്സ്, ആ ബോക്സ് ഇങ്ങനെ തുണിയുടെ ബോക്സാണേ പിടിച്ചുകൊണ്ട് പോകുക. അപ്പോൾ ആ ബോക്സിൻ്റെ പുറത്ത് ഈ സ്കെച്ച് പേനയും കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് വായിച്ചു. എന്നാന്നറിയാമോ? കിഡ്സ് വെയർ എന്ന് എഴുതി വെച്ചേക്കണേ. എന്ത് വെച്ചാൽ കിഡ്സ് വെയർ എന്ന് വെച്ചാൽ കുട്ടികളുടെ ഉടുപ്പ്, പിള്ളേരുടെ ഉടുപ്പിൻ്റെ ബോക്സും കൊണ്ടാണ് പോണേ. അപ്പോൾ ഞാൻ വിളിച്ചടാ, നമ്മൾ വിളിച്ചു, എനിക്ക് പരിചയമുണ്ട് നന്നായിട്ട് ഇവനെ. ഞാൻ വിളിച്ചു, എടാ നീ കല്യാണം കഴിച്ചിട്ടില്ല, പിള്ളേരുമില്ല, ഈ പിള്ളേരുടെ ഉടുപ്പും കൊണ്ട് എങ്ങോട്ടാ പോണേ? അപ്പോൾ അവൻ എന്നോട് പറയാണേ, അച്ഛന് തമാശ, വെള്ളപ്പൊക്കം വല്ലപ്പോഴേ വരുള്ളൂ, ഞാനും പെണ്ണ് കെട്ടു, എനിക്കും പിള്ളേരുണ്ടാവുമെന്ന്. എന്നാ ആലോചിച്ച് നോക്കിയ മനുഷ്യൻ്റെ അവസ്ഥ. ഇതാണ് മലയാളികളുടെ സ്വഭാവം. എന്ന് വെച്ചാൽ ഈ നാടൻ ഭാഷ പറയുമല്ലോ, ഓസിന് കിട്ടിയ ആസിഡും കുടിക്കുക എന്നുള്ളത്. കിട്ടണ എല്ലാം ഇങ്ങോട്ട് പോന്നോട്ടെ, കടിക്കണ പട്ടിയാണേലും പോന്നോട്ടെ, എല്ലാം മേടിച്ച് കൂട്ടുക എന്നുള്ളൊരു ചിന്ത.
എന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനപരമായ തത്വം കിടക്കുന്നത് നമ്മളാരും തൃപ്തരല്ല. ഈ തൃപ്തരല്ലാത്തത് കൊണ്ടാണ് ഈ ഇല്ലാത്ത പരാതി. പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതിയ 1 ലേഖനം 6 അധ്യായം 6 തിരുവചനം വചനം പറയുകയാ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നമ്മൾ ഇങ്ങോട്ടൊന്നും കൊണ്ടുവന്നിട്ടുമില്ല, ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, ഈ രാത്രി ഇങ്ങനെയൊന്ന് ധ്യാനിച്ചോ. ദൈവം നിന്നോട് ചോദിക്കാം, മകനെ മകളെ, നിന്റെ കയ്യിൽ എന്തുണ്ട്? ഇല്ല എന്ന് പറഞ്ഞേക്കരുത്. ഈ ദിവസങ്ങളിൽ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ദൈവം തന്നതിൽ ഇതുവരെ നമ്മളാരും തൃപ്തരായിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം. ഹല്ലേലൂയ.